നമസ്തേ. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വളരെ വൈറലായിരിക്കുകയാണ് CJP നേതാക്കളുടെ ആഘോഷം. ഈ ആഘോഷത്തിൽ സത്യത്തിൽ എന്തിനാണ് ഇത്രയ്ക്കും അസൂയയും കുശുമ്പും കുന്നായ്മയും ഒക്കെ തോന്നുന്നത് എന്നുള്ളത് എനിക്കും മനസ്സിലായില്ല. കാരണം ഇത് നടത്തിയത് ആരാണ്? CJP കോക്രോച്ച് ജനതാ പാർട്ടി. ഇതില് ജൻസികളാണെന്നല്ലേ പറയുന്നത്. അപ്പൊ ജൻസികളുടെ ആഘോഷം അവര് വേറിട്ടതായിട്ട് മാറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതും മനസ്സിലാക്കാൻ പാകതയില്ലായ്മയുടെ ഒരു പ്രശ്നമുള്ളതുമൊക്കെയാണ് ഇതിനെ വലിയ രീതിയിൽ എടുത്തിട്ട് അമ്മാനമാടുന്നതിന് പിന്നിലുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ജെൻസികൾക്ക് സംസാരിക്കേണ്ടത് കഴിഞ്ഞുപോയ ഭരണകൂടങ്ങളോടോ അല്ലെങ്കിൽ അവരുടെ പാകപ്പിഴകളെ കുറിച്ചോ ഒന്നുമല്ല. അവർക്ക് സ്റ്റിൽ ആ പോയിന്റിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചോ ഈ ചെയ്തതിനെ അല്ലെങ്കിൽ അവർ വരുന്നതിന്റെ ഒരു വരും വരായികകളോ ഒന്നുമല്ല. അവരവരുടെ ജീവിതം നോക്കി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അപ്പൊ അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരു സർക്കാർ എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ടത് അത്യാവശ്യവുമാണ്. അത് ഉണ്ടായില്ല. അപ്പൊ പിന്നെ ബോസ്റ്റണിൽ നിന്നുമൊക്കെ ഇങ്ങനെ നേതാക്കൾ സംഘടിച്ചെത്തും എന്നുള്ളതാണ്. ഇതിപ്പോ സംഘടിച്ചെത്തി ഒരു പ്രക്ഷോഭം നടത്തി ആ പ്രക്ഷോഭത്തിൽ അവർ വിജയം കാണുകയും ഒക്കെ ചെയ്തു. ഇത് ചെയ്തതിന് ശേഷം അവരെ വേട്ടയാടുന്നതൊന്നും തീരെ ശരിയല്ലാത്ത ഒരു നടപടിയായിട്ടാണ് തോന്നുന്നത്. നോക്കൂ, ആ വീഡിയോയിൽ തന്നെ അവരൊക്കെ എത്ര സന്തോഷത്തിലാണ്. അതും പറഞ്ഞു കേൾക്കുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഹോട്ടലിലാണ് ഈ ഒരു പാർട്ടി നടത്തിയത് എന്നുള്ളതാണ്. പക്ഷെ അതിലും അവർ മാന്യത കാണിച്ചു കേട്ടോ. കാരണം CJP-യുടെ പ്രവർത്തകരെ മാത്രമല്ല എന്നുള്ളതാണ് ആ വാർത്തയിലൊക്കെ പറയുന്നത്. ഇടതുപക്ഷ പ്രവർത്തകരെയും ഒക്കെ അവർ ചേർത്തിട്ടുണ്ട്. അതായത് ഈ ഒരു സമരം അല്ലെങ്കിൽ ഈ ഒരു പ്രക്ഷോഭം നയിക്കാൻ അവർക്ക് സപ്പോർട്ട് നൽകിയ എല്ലാവരെയും സാധാരണ ഈ പറയുന്ന പോലെ തമിഴ്നാട്ടിലെ കോൺഗ്രസിന്റെ അടുത്തൊക്കെ ചെയ്തതുപോലെ ഇവര് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മറുകണ്ഠം ചാടി പോവുകയല്ല ചെയ്തത് എന്നുള്ളതുണ്ട്. അപ്പൊ ഇവിടെ എല്ലാവരെയും വിളിച്ചുകൂട്ടി വായോ നമ്മൾ ഇനി ഇത്രയും ദിവസം 45ഓളം ദിവസം നടന്നിട്ടുള്ള പ്രക്ഷോഭമാണ്. അതും സാക്ഷാൽ മോദിയെ വരെ വിറപ്പിച്ച ഒരു പ്രക്ഷോഭം. ആ പ്രക്ഷോഭം നടത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന ടൈഫോയിഡ് ആയിരുന്നു അഭിജിത്ത് ദീപ്കയ്ക്ക് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ സഹിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നടത്തിയ ഈ ഒരു പ്രക്ഷോഭത്തിൽ അല്ലെങ്കിൽ യുവത്വത്തെ വീണ്ടെടുക്കാൻ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി നടത്തിയ ഈ ഒരു പ്രക്ഷോഭം, ഈ പ്രക്ഷോഭത്തില് ഇത്തരത്തിലുള്ള ഒരു ആഘോഷ പരിപാടി നടത്തുമ്പോൾ അതിൽ ഇത്രത്തോളം ചൊറിച്ചിലൊന്നും പാടില്ല. നമ്മൾ പറഞ്ഞതുപോലെ ഈ വിഷയം സത്യത്തിൽ കൈവിട്ടുപോയി BJPക്ക് എന്നുള്ളത് തന്നെയാണ്. കൈവിട്ടുപോയതാണ്. കാരണം പ്രധാന്റെ രാജി കുറച്ചുകൂടെ നേരത്തെ ആകാമായിരുന്നു. ഇതിപ്പോ അവര് തന്നെ പറഞ്ഞത് കേട്ടില്ലേ? പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ മോദി രാജിവെക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. എന്നിട്ടും ഈ കുട്ടികളോട് നിങ്ങൾ ഈ ഇരട്ടത്താപ്പ് പാടില്ല എന്നുള്ളത്. അവർ എത്രത്തോളം ഒരു പെയിൻ എടുത്തിട്ടാണ് ഈ 10-45 ദിവസം ഈ ഒരു സ്ട്രൈക്ക് കൊണ്ടുപോകാനും സർക്കാരിനെ മുട്ടുകുത്തിക്കാനും ഒക്കെ കൂടെ നിലനിന്നത് എന്ന് ആലോചിച്ചു നോക്കണം. ഇടതുപക്ഷവും ഇവരും ഒക്കെ ചേർന്നുകൊണ്ട്. അപ്പൊ ഈ ഒരു വിഷയത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് നിങ്ങളിപ്പോ ഇവര് അവിടെ അതായത് വലിയ ഹോട്ടലില് വലിയ സംഭവങ്ങളൊക്കെ നടത്തുന്നു, പാർട്ടികൾ നടത്തുന്നു. ഇതൊക്കെ ചെയ്യേണ്ടതാണോ എന്ന് ചോദിച്ചാൽ ജൻസികളാണോവേ? ജൻസികളുടെ ഭാഷയെ മനസ്സിലാവുള്ളൂ. അത് മനസ്സിലാവാത്ത ജൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണെന്ന് ഞാൻ പറയുള്ളൂ. ഇതിനിടയിലാണ് സൗരവ് ദാസ് എന്ന് പറയുന്ന CJP-യുടെ നേതാവ് വന്നിട്ട് പറയുന്നത്, ഞങ്ങളുടെ സമരത്തിൽ ആന്റി സോഷ്യൽ എലമെന്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് ആന്റി സോഷ്യൽ എലമെന്റ്സ് നടത്തിയവർക്കെതിരെ എന്ത് നടപടി എടുത്താലും നമുക്ക് പ്രശ്നവുമില്ല എന്നുള്ളതാണ്. വളരെ നല്ല അഭിപ്രായമായിട്ടും നിർദ്ദേശവുമായിട്ടും വളരെ വ്യക്തവും സ്ഫുടമായിട്ടും ആ കാര്യം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു. जिन्होंने ये वायलेंस किया, ऐसे लोग CJP के सपोर्टर नहीं है. ये एंटी सोशल एलिमेंट्स को അല്ലെങ്കിൽ ഇവിടെ ഒരു സംസാരം ഉണ്ടായിരുന്നു. ആന്റി സോഷ്യൽ ആളുകൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്, ദേശവിരുദ്ധരാണ്. അപ്പൊ വരുന്നു ദേശവിരുദ്ധർ നിന്റെ തന്തയുടെ തന്തമാര് എന്നൊക്കെ പറഞ്ഞുള്ള വിളികൾ വരികയാണ്. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇതിപ്പോ CJP-യുടെ നേതാക്കൾ തന്നെ വളരെ കൃത്യമായിട്ട് വന്നിട്ട് പറഞ്ഞില്ലേ, അവര് നടത്തിയതിൽ ആ കുട്ടികൾ നടത്തിയ സമരം എന്ന് പറയുന്നത് മാതൃകാപരമാണ്.
ആ മാതൃകാപരമായുള്ള സമരത്തിൽ ആ കുട്ടികളല്ലാതെ മറ്റാരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങളുടെ പ്രക്ഷോഭത്തിൽ ഇങ്ങനെയല്ല. അതായത് ആ ഒരു വിഷയത്തിൽ അവർക്ക് പങ്കില്ല എന്നുള്ളതാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള കപിൽ സിബലിനൊപ്പം ഈ കുട്ടികൾ വന്നിട്ട് വീണ്ടും ഒരു പത്രസമ്മേളനം നടത്തുകയാണ്. കാരണമുണ്ടെന്നേ. ഈ കാരണം എന്ന് പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കാരണം ഈ കുട്ടികളോട് പറഞ്ഞു സമരക്കാർക്കെതിരെ യാതൊരു തരത്തിലുമുള്ള നടപടികളും എടുക്കില്ല എന്നൊക്കെ പറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു പറ്റിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോ എല്ലാവരെയും കൂട്ട നടപടിയാണ് എന്നാണ് പറയുന്നത്. 1 കോടി രൂപ ഇവർക്ക് നിയമപരമായിട്ടുള്ള സഹായം എന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്, കപിൽ സിബലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഈ കുട്ടികൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. പിന്നെ ഇതിനിടയിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇവർക്ക് പൈസ എവിടെന്നാണ് എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പൈസ വളരെ ബുദ്ധിമുട്ടി പഠിച്ച് നേടിയ ജോലി കൊണ്ടോ, അല്ലെങ്കിൽ അവർ ബൈ പ്രൊഫഷൻ കൊണ്ടോ, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കൊണ്ടോ ഒക്കെ ആയിരിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഈ 10-45 ദിവസം അവരുടെ വീടുകളിലെ കാര്യങ്ങളും അവരുടേതായ ചെലവുകളും എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുണ്ടാവുക. അതിലൊക്കെ ഒരു അന്വേഷണം എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏറ്റവും ഒടുവിലായിട്ട് അവിടെ വളരെ മാതൃകാപരമായിട്ട് ഭക്ഷണ വിതരണം നടത്തിയിട്ടുള്ള ജുനൈദ് എന്ന് പറയുന്ന ആളുടെ, അത് വെറും മൊബൈൽ ഷോപ്പ് മാത്രം നടത്തുന്ന ഒരാളാണ്. അയാളെയൊക്കെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അത് കുറച്ച് കഷ്ടമാണ്. അയാള് 10,000 പേർക്ക് ദിവസവും അന്നം വിളമ്പി എന്നുള്ള ഒരു തെറ്റല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇപ്പോ കേന്ദ്രം വന്നിട്ട് പറയുകയാണ് അങ്ങേരെ കുറിച്ചിട്ട് അയാൾക്ക് എവിടെ നിന്നാണ് ഈ ഫണ്ടൊക്കെ ലഭിച്ചത് എന്ന് പറയുന്നു. അതിപ്പോ നമ്മളങ്ങ് വിചാരിക്കണം ആ ഫണ്ട് ലഭിച്ചത് വളരെ ഇതിനോട് വളരെയധികം കൂറുള്ള, അതായത് CJP-യോടൊക്കെ മനസ്സറിഞ്ഞ് ദയ കാണിച്ചിട്ടുള്ള ചിലരെങ്കിലും നൽകിയിട്ടുള്ള പൈസ ആയിരിക്കാം. അല്ലെങ്കിൽ ജുനൈദ് അധ്വാനിച്ചിട്ടുണ്ടാക്കിയ പൈസ ആയിരിക്കാം. ഒരു മൊബൈൽ ഷോപ്പ് ഉടമയ്ക്ക് പണം ഉണ്ടാക്കാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അയാൾ സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ള പണത്തിൽ നിന്ന് ആയിരിക്കണം ഒരു പക്ഷേ ഈ ഒരു ഭക്ഷണം, അന്നദാനമൊക്കെ നടത്തിയിട്ടുണ്ടാവുക. നമ്മൾ അതൊക്കെ മനസ്സിലാക്കാതെ, ആ നന്മ എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് ശരിയല്ല. ഇപ്പൊ തന്നെ ഈ പാർട്ടി നടത്തി എന്ന് പറയുന്നുണ്ട്. ഈ പാർട്ടി നടത്തിയതിൽ ഈ നേതാക്കൾക്കെതിരെ ഇവരുടെ വരവും ചെലവും അക്കൗണ്ടും ഡീറ്റെയിൽസും ഒക്കെ പരിശോധിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഒരു സമരം നടത്തി രാജ്യത്തെ മുഴുവൻ കിടുകിട വിറപ്പിച്ച ഈ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാക്കൾക്കെതിരെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അന്വേഷണത്തിനൊക്കെ മുതിരാൻ സാധിക്കുക? അവര് വീണ്ടും പ്രക്ഷോഭം നടത്തും ഇത്തരത്തിൽ വേട്ടയാടുകയാണെങ്കിൽ എന്നുകൂടി പറയുന്നുണ്ട് കേട്ടോ. ആന്റി എലമെന്റ്സിനെതിരെയാണ്, അവിടെയാണ് എനിക്കൊരു സംശയം വന്നത്. ആന്റി എലമെന്റ്സിനെതിരെയാണ്. ഇതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ, അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആദ്യമേ പറഞ്ഞല്ലോ ആന്റി സോഷ്യൽ എലമെന്റ്സ്, അതിൽ ഈ കുട്ടികൾക്ക് പങ്കില്ല. അപ്പൊ അതിൽ പങ്കെടുത്തിട്ടുള്ള ആന്റി സോഷ്യൽ എലമെന്റ്സ് ആരാണോ അവർക്കെതിരെ സർക്കാർ നടപടി എടുക്കുമ്പോൾ നമുക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ എന്താണ് ഒരു കോൺട്രഡിക്ഷൻ വന്നത് എന്ന് മാത്രമാണ് മനസ്സിലാകാത്തത്. എന്തായാലും പാർട്ടി വളരെ നന്നായിട്ടുണ്ട്, എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആ പാർട്ടിയിൽ അവരുടെ ഉത്സാഹവും ഒക്കെ കാണുമ്പോൾ, അവർക്ക് ആ ഒരു വിജയത്തിന്റെ, നമ്മൾ പറയും വിജയോന്മാദം ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രസരിപ്പും കാര്യങ്ങളും ചിരിയും കളിയും ഒക്കെ അതിലുണ്ട്. അതെല്ലാം നന്നായി തന്നെ നടക്കട്ടെ. കാരണം ഇനി അടുത്ത പ്രതീക്ഷ എന്ന് പറയുന്നത് എല്ലാവരും വളരെയധികം പ്രതീക്ഷ വെച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളിലാണ്. ഇനിയിപ്പോ പോകെ പോകെ അതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് രൂപാന്തരപ്പെടുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ വളരെ നല്ല കാര്യമാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി നീതി നേടിയെടുക്കാനായിട്ട് അങ്ങ് ബോസ്റ്റണിൽ നിന്ന് വരെ വന്നിട്ടുള്ള ഈ നേതാവും അദ്ദേഹത്തിന് ഒപ്പം ചേർന്നിട്ടുള്ള ഈ മറ്റു നേതാക്കളും ഒക്കെ ചേർന്നുകൊണ്ട് ഈ ഒരു സമരം വിജയിപ്പിച്ചതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇടയ്ക്കൊക്കെ സർക്കാരും മനസ്സിലാക്കണം, അമിതമായിട്ടുള്ള ആത്മവിശ്വാസം കാണിച്ചാല് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമെന്നും അതിനെ ചോദ്യം ചെയ്യാനായിട്ട് എല്ലാവർക്കും ഇതുപോലെ മറ്റുള്ളവരുടെ ശബ്ദമായിട്ട് ഉയർന്നു വരാനൊക്കെ സാധിക്കുമെന്നൊക്കെ അത്
ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണല്ലോ എല്ലാവരും ഇത്രയേറെ വിശ്വാസം അവരിൽ കൊടുത്തത്, ഈ ഒരു പാർട്ടി നേതാക്കളിലൊക്കെ കൊടുത്തത് അതുകൊണ്ടാണ്. എന്തായാലും കുട്ടികളല്ലേ, കുട്ടികൾ ജൻസികളല്ലേ, ജൻസികളൊക്കെ അടിച്ചു പൊളിക്കട്ടേന്നേ. അവരുടെ രീതിയിലും അവരുടെ മട്ടിലും ഭാവത്തിലും ഒന്നും നമ്മളൊരു കുറവ് കണ്ടിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ കുറവ് കാണുന്നവരൊക്കെയും ഇത്തിരി അസൂയയും കുശുമ്പും കുന്നായ്മയും ഒക്കെ ഉള്ളവരാണ് എന്നാണ് തോന്നുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ കമന്റ് ചെയ്യാനും മറക്കരുത്.